ശാന്തി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ അടുത്ത് കിടന്ന കുഞ്ഞിന്റെ അടുത്ത് ഒരുപാട് സ്വർണം ഉണ്ടായിരുന്നു. അപ്പൊ ശാന്തി അവളുടെ ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് ആ അതിശയം കാണിച്ചു കൊടുത്തു. ഇതിനു മുൻപ് എന്ത് സംഭവിച്ചെന്ന് നമുക്കിപ്പോൾ നോക്കാം. അത് ചന്ദ്രാപുര എന്ന ഗ്രാമം. അവിടെ ശേഖർ പിന്നെ ശാന്തി രണ്ടുപേരും ജീവിച്ചുകൊണ്ടിരുന്നു. നോക്കൂ ശാന്തി, ഞാൻ മീൻ പിടിച്ചിട്ട് വരാം. ഉച്ചയാകുമ്പോൾ ഭക്ഷണം കൊണ്ടുവരണം. ശരി ഏട്ടാ. ഇവിടെ നോക്കൂ, നമ്മൾ പൈസ കടം മേടിച്ചിരുന്നില്ലേ? അത് ചോദിക്കാൻ സീട്ട് വന്നിരുന്നു. പൈസ ചോദിച്ചാ വന്നത്. എന്നാലിപ്പോൾ പണം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ. നമുക്ക് പിന്നെ കൊടുക്കാം. ഇത് തന്നെ ഞാനും അദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം കേൾക്കുന്നില്ല. സമ്മതിക്കുന്നോ ഇല്ലയോ, നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ. ഇപ്പോഴാണെങ്കിൽ ശരിക്കും മീനും കിട്ടുന്നില്ല. ഇങ്ങനെയുള്ളപ്പോൾ പണത്തിനെവിടെ പോകാനാണ്? എന്തെങ്കിലും ചെയ്യൂ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന നമ്മുടെ അഭിമാനം പോകും. അവന്റെ ഭാര്യ പറഞ്ഞത് കേട്ട് ശേഖർ അവിടുന്ന് പുറപ്പെട്ട് നദിയിൽ മീൻ പിടിക്കാനായി പോയി. മീൻ പിടിക്കാൻ അവൻ വലയിട്ടു. പക്ഷെ മീൻ കിട്ടിയില്ല. അവൻ ഒരുപാട് വിഷമിച്ചു. ദൈവമേ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. താങ്കളല്ലാതെ എന്നെ രക്ഷിക്കാൻ വേറെ ആരുണ്ട്? താങ്കളുടെ മുകളിൽ എല്ലാ ഭാരവും വെച്ച് ഞാൻ ഈ വലയിടുകയാ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ വലയിട്ടു ശേഖർ. പക്ഷെ ഇനിയും മീൻ കിട്ടിയില്ല. ശേഖർ ഒരുപാട് ദേഷ്യപ്പെട്ടു. അപ്പൊ പെട്ടെന്ന് വല ഒരുപാട് ഭാരമായി മാറി. അവനത് പിടിച്ച് വലിച്ചു. എന്തെങ്കിലും കല്ല് പെട്ടോ വലയിൽ? അങ്ങനെ കരുതി നോക്കി. പക്ഷേ നോക്കുമ്പോൾ വലയിൽ വലിയ മീൻ പെട്ടിരുന്നു. ആ മീനിനെ കാണാൻ സ്വർണം പോലെ തിളങ്ങിക്കൊണ്ടിരുന്നു. അതേ നേരത്തിൽ ശേഖറിന്റെ ഭാര്യ അവിടേക്ക് ഭക്ഷണം കൊണ്ടുവന്നു. ശേഖർ ഭാര്യയെ നോക്കി. ഇവിടെ നോക്ക്, വേഗം വാ, വേഗം വാ. ഭർത്താവ് പറഞ്ഞത് കേട്ട് ശാന്തി വേഗം ഓടിക്കൊണ്ട് ഭർത്താവിന്റെ അടുത്ത് വന്നു. അവർ രണ്ടുപേരും ആ വല പിടിച്ച് പുറത്തേക്ക് വലിച്ചു. എന്ത് അതിശയമാണിത്! ഇത്ര വലുതായിരിക്കുന്നു. ദൈവമാണിതിന് സഹായിച്ചത്. ഹാ, ഇത് വിറ്റ് നമുക്ക് കിട്ടുന്ന പണം കൊണ്ട് ആ സേട്ടുവിന്റെ കടമങ്ങ് തിരിച്ചടച്ചേക്കാം. ആ ശരിയേട്ടാ, ഇത് നല്ല കാര്യമാ. ശരി, നീ ആദ്യം ഇതൊന്ന് വെട്ട്. ചെറിയ ചെറിയ പീസായിട്ട് വെട്ട്. അങ്ങനെ ആ മീൻ അവിടെ വെച്ച് അവർ 2 കഷ്ണമാക്കി വെട്ടി. അപ്പൊ അതിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്തു വന്നു. അത് കണ്ടവർ ആശ്ചര്യപ്പെട്ടു. എന്താ ഇത്? ഇതെന്തൊരു അത്ഭുതമാണ്. അതേ ഏട്ടാ, നമുക്ക് കുഞ്ഞില്ലല്ലോ. നമുക്ക് ഈ കുഞ്ഞിനെ വളർത്തിയാലോ? അങ്ങനെ പറഞ്ഞ് ആ കുഞ്ഞിനെ പുറത്തേക്കെടുത്തു. പക്ഷെ അതിനുശേഷം ആ മീൻ അവിടെന്ന് മറഞ്ഞുപോയി. എന്താ അതിശയമാണിത്! ഇത്ര വലിയ മീൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാഞ്ഞുപോയത്. അവിടെ സംഭവിച്ചത് അവർക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. പക്ഷെ കിട്ടിയ കുഞ്ഞിനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് വന്നു. ആ സേട്ട് പറഞ്ഞതുപോലെ വൈകുന്നേരം വീട്ടിലേക്ക് വന്നു. ശേഖരേ, എന്താ? പണം വാങ്ങി എത്ര നാളായി? തിരിച്ചു തരാൻ എന്താ സമയമായില്ലേ? അങ്ങൂന്നേ, കാര്യം അങ്ങനെയല്ല. മീൻ പിടിക്കാൻ പോകുമ്പോൾ മീനെ കിട്ടുന്നില്ല. താങ്കൾക്ക് തരാൻ എന്റെ കയ്യിൽ ഒരു പണവുമില്ല. ആഹാ, പണം വാങ്ങുമ്പോൾ മാത്രം നല്ല വേഗത്തിൽ വാങ്ങുന്നുണ്ടല്ലോ. അത് തിരിച്ചു ചോദിക്കുമ്പോൾ 1008 കാരണങ്ങളാ. ഇല്ല അങ്ങൂന്നേ, ഞാൻ ഉറപ്പായും തിരിച്ചു തരും. എനിക്ക് ഒരു അവസരം കൂടി ഒന്ന് തരൂ. ഇല്ല, ഇനി ഒരു അവസരവും തരില്ല. ഈ വീട് ഞാനിങ് എടുക്കുക. നീ തരാനുള്ള പണത്തിന് ഇത് തന്നെ ധാരാളം. അങ്ങനെ പറഞ്ഞ് അവന്റെ ആളുകളെ ഉപയോഗിച്ച് വീട്ടിലെ സാധനങ്ങളെല്ലാം പുറത്തേക്കിട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ ശേഖർ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു. പാവം അവന് എവിടെ പോണമെന്ന് അറിഞ്ഞില്ല. അവന്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് കാടിനുള്ളിൽ പോയി. അവിടെ താമസിക്കാൻ എന്തെങ്കിലും വഴി കിട്ടുമോ എന്നന്വേഷിച്ച്. ഇരുട്ടായതുകൊണ്ട് അവർ രണ്ടുപേരും ഒരു മരത്തിനടിയിൽ കിടന്നു. അവർ വിശ്രമിച്ചു. അവർ രണ്ടുപേരും ആഴമായ ഉറക്കത്തിൽ പോയി. പക്ഷെ കുഞ്ഞിന് വിശപ്പായതുകൊണ്ട് കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞ് കരയുന്നത് കേട്ട് ശാന്തി എഴുന്നേറ്റ് ആ കുഞ്ഞിനെ നോക്കി. കുഞ്ഞിനടുത്ത് ഒരുപാട് സ്വർണങ്ങൾ ഉണ്ടായിരുന്നു. ശാന്തി ഒരുപാട് ആശ്ചര്യപ്പെട്ടു. പിന്നെ ശേഖരയും എഴുന്നേൽപ്പിച്ച് അവിടെ നടക്കുന്ന ആശ്ചര്യം കാണിച്ചു. അത് കണ്ട് ശേഖറും ഒരുപാട് ആശ്ചര്യപ്പെട്ടു. ഏട്ടാ, ഈ കുഞ്ഞ് സാധാരണ കുഞ്ഞല്ല. ഇന്നലെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ആ മീൻ മായമായില്ലേ? പിന്നെ ഇപ്പോ ഈ കുഞ്ഞിനടുത്ത് നോക്കൂ, എത്ര സ്വർണമാ! നമ്മുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ കണ്ട് ദൈവമാ നമ്മളെ ഇങ്ങനെ സഹായിച്ചത്. ശരി ഏട്ടാ, ആദ്യം ഈ സ്വർണം വിറ്റ് ആ സേട്ടുവിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ വീട് വീണ്ടെടുത്ത് നമുക്ക് വീട്ടിൽ പോകാം. ഇല്ല ശാന്തി, ആ വീട് പോകുന്നെങ്കിൽ പോകട്ടെ. നമുക്ക് പുതിയൊരു വീട് വാങ്ങി അവിടെ താമസിക്കാം. അല്ലെങ്കിൽ ഈ സ്വർണം എടുത്തുകൊണ്ടുപോയി അയാൾക്ക് കൊടുത്താൽ അയാൾക്ക് നമ്മുടെ മേൽ സംശയം വരും. നിങ്ങൾ പറയുന്നത് ശരിയാണ്. അങ്ങനെ ചിന്തിച്ച് രണ്ടുപേരും അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി. അവരുടെ കയ്യിലുള്ള സ്വർണം വിറ്റ് പൈസ കിട്ടിയതിൽ ഒരു പുതിയ വീട് അവിടെ വാങ്ങി. അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങി. അന്ന് രാത്രി അവർ 3 പേരും ഉറങ്ങിയിരുന്നു.
അത് കഴിഞ്ഞ് അവർ ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ വീണ്ടും കുഞ്ഞിനടുത്ത് ഒരുപാട് സ്വർണം ഉണ്ടായിരുന്നു. അത് കണ്ട് രണ്ടുപേരും ഒരുപാട് ആശ്ചര്യപ്പെട്ടു. ശാന്തി, നീ പറഞ്ഞതുപോലെ ഈ കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞല്ല. നമ്മുടെ സൗഭാഗ്യമാണിവൻ. നമ്മുടെ കഷ്ടപ്പാടകറ്റാനാ ഇവൻ വന്നിട്ടുള്ളത്. നിങ്ങൾ പറയുന്നത് സത്യമാണ്. അങ്ങനെ പറഞ്ഞ് ശാന്തി എഴുന്നേറ്റ് അവിടെയുള്ള എല്ലാ സ്വർണം എടുത്തുകൊണ്ടുപോയി ഒരു പെട്ടിയിൽ വച്ച് പൂട്ടി. അത് കഴിഞ്ഞ് ശേഖർ ആ സ്വർണമെല്ലാം എടുത്തുകൊണ്ടുപോയി വിറ്റ് പണം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ പൈസ കൊണ്ട് വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമോ, കാർ, AC, TV, അങ്ങനെ എന്ത് വേണമോ അത് വാങ്ങി. കുഞ്ഞിൽ നിന്ന് കിട്ടുന്ന സ്വർണം ഉപയോഗിച്ച് വീട്ടിലേക്ക് എന്തൊക്കെ വേണമോ അതൊക്കെ സ്വർണം കൊണ്ട് ചെയ്തു. ശാന്തി ആ സ്വർണം ഉപയോഗിച്ച് അവൾക്ക് വേണ്ടി ഡിസൈൻ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ടു. ഇത് അവർക്ക് പൈസ കൊടുത്ത ആ സേട്ടുവിന് എങ്ങനെയോ അറിഞ്ഞു. അപ്പ ആ സേട്ടു അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞ് അവൻ നേരെ ശേഖറിന്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ കേട്ടതൊക്കെ സത്യമാ. ഇത് സ്വപ്നമല്ല. എനിക്ക് തരാൻ പണമില്ല. എന്നാൽ നിങ്ങൾ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. ആഹാ, നിങ്ങൾക്ക് തരാനുള്ള പണത്തിന് പകരം ഞങ്ങളുടെ വീട് നിങ്ങൾ എടുത്തില്ലേ? ഞങ്ങളെ ഇറക്കി വിട്ടതല്ലേ? ആ, പണം തന്നില്ല, അതുകൊണ്ട് നിങ്ങളെ ഇറക്കി വിട്ടു. എന്റെ പണം തന്നിട്ട് നിങ്ങളുടെ വീടങ്ങ് വാങ്ങിക്കോ. ഞങ്ങൾക്കിനി ആ വീട് വേണ്ട. നിങ്ങൾക്ക് പോകാം. അത് മാത്രമല്ല, ഗ്രാമത്തിലെ ജനങ്ങൾ സേട്ടുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കടങ്ങളെല്ലാം ശേഖർ തന്നെ അതൊക്കെ തിരിച്ചു കൊടുത്തു. ഇനി ഒരിക്കലും ആ സേട്ടുവിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങരുതേ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് ചോദിക്കൂ. ഞാൻ നിങ്ങളെ സഹായിക്കാം. അങ്ങനെ ശേഖർ എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ആ സേട്ടു ഒരുപാട് വിഷമിച്ചു. ഇന്നലെ വരെ എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരുന്ന ഇവൻ ഇന്ന് എനിക്ക് നേരെ തന്നെ തിരിഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞിനെ അവരിൽ നിന്നും പിരിക്കണം. ഇല്ലെങ്കിൽ അവരുടെ അഹങ്കാരം തീരില്ല. അങ്ങനെ ആ സേട്ടു ഒരു ദിവസം നല്ല തക്കത്തിനു വേണ്ടി നോക്കിയിരുന്നു. അവസാനം ആ സന്ദർഭവും വന്നെത്തി. ശാന്തി ശേഖർ രണ്ടുപേരും അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു കല്യാണത്തിന് വേണ്ടി പുറപ്പെട്ടു. പക്ഷെ ആ ഗ്രാമത്തിലേക്ക് നദി കടന്നു പോകണം. അതുകൊണ്ടാണ് എല്ലാവരും ബോട്ടിൽ അവിടേക്ക് പോകുക. ഈ സാഹചര്യം ഉപയോഗിച്ച് ആ സേട്ടു അവരുടെ ബോട്ട് വെള്ളത്തിൽ മുങ്ങുന്ന പോലെ ചെയ്തു. അവർ 3 പേരും വെള്ളത്തിൽ മുങ്ങി, കുഞ്ഞും വെള്ളത്തിൽ മുങ്ങി. പക്ഷെ അവർ രണ്ടുപേരും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പുറത്തേക്ക് വന്നു. ആ കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങുന്നത് കണ്ട് അവർ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കടലമ്മ പുറത്തു വന്ന്, നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട, അവൻ എന്റെ കുഞ്ഞാണ്. ഒരു മീൻ കാരണം അവൻ ഇത്ര ദിവസം എന്നെ വിട്ട് ദൂരെയായിരുന്നു. ഇനി അവൻ എന്റെ ഒപ്പം ഇരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേർക്കും സുന്ദരി പെൺകുട്ടി ജനിക്കും. ഇതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടവും ഉണ്ടാകില്ല. അങ്ങനെ പറഞ്ഞ് കടലമ്മ അവിടെ നിന്നുള്ളിൽ പോയി. ശേഖർ, ശാന്തി രണ്ടുപേരും അവിടുന്ന് വീട്ടിലേക്ക് പോയി. കടലമ്മ പറഞ്ഞതുപോലെ കുറച്ചു ദിവസങ്ങളിൽ ശാന്തി ഒരു സുന്ദരി പെൺകുട്ടിക്ക് ജീവൻ നൽകി. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തിൽ അവരുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നു.